സ്നേഹപൂർവം പനക്കിലച്ചൻ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പനക്കിലച്ചൻ ഇന്ന് നമ്മോടൊപ്പം. അച്ഛാ, ഞങ്ങൾ അച്ഛനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് ആത്മീയതയിൽ ചാലിച്ച ഉത്തരങ്ങളുമായി പനക്കിലച്ചൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച അനേകം കത്തുകളിൽ ആദ്യത്തെ കത്ത് ഇന്ന് വായിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ സഹോദരൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ സഹോദരൻ്റെ കത്ത് ഇപ്രകാരമാണ്: എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 സഹോദരന്മാരുണ്ട്. എല്ലാവരും വിവാഹിതരായി മക്കളോടൊപ്പം താമസിക്കുന്നു. ഞാൻ ഈ സഹോദരന്മാരിൽ മൂത്തവനാണ്. എനിക്ക് 65 വയസ്സായി. ഞങ്ങളുടെ അപ്പൻ 4 വർഷം മുൻപ് മരിച്ചു. ഞങ്ങൾക്ക് പിതൃസ്വത്തായി ലഭിച്ച ഭൂമി വിറ്റ് പങ്കുവയ്ക്കാൻ ഞങ്ങൾ 4 വർഷമായി പരിശ്രമിക്കുന്നു. ഞാൻ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ്. അതുകൊണ്ട് അപ്പൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിറ്റ് എൻ്റെ ഓഹരി ലഭിച്ചാൽ എൻ്റെ കടബാധ്യതകൾ തീരും. എന്നാൽ ഞങ്ങൾ 5 പേരും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയാലും ഏതെങ്കിലും ഒരു സഹോദരൻ പിണങ്ങി ആ കരാറിൽ നിന്ന് പിൻവാങ്ങും. ഈ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാപമുണ്ടോ അച്ഛ? എൻ്റെ അപ്പൻ്റെ അപ്പൻ മരിച്ചപ്പോൾ ഇളയപ്പന് യഥാർത്ഥ ഓഹരി നൽകാതെയാണ് ഈ സ്വത്ത് അപ്പൻ സ്വന്തമാക്കിയത്. അപ്പൻ്റെ അപ്പനെ ശുശ്രൂഷിച്ചത് അപ്പനാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അപ്പൻ ഈ സ്വത്ത് സ്വന്തമാക്കിയത്. അന്ന് എൻ്റെ അപ്പൻ ഇത് സ്വന്തമാക്കുമ്പോൾ ഞാനാണ് അപ്പൻ്റെ ഭാഗം വാദിച്ചതും ഈ ഭൂമി സ്വന്തമാക്കിയതും. ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു. ഇളയപ്പന് യഥാർത്ഥ നീതി നൽകാത്തത് കൊണ്ടാണ് എനിക്ക് ഈ വസ്തുവിൻ്റെ ഓഹരി അനുഭവിക്കാൻ കഴിയാത്തതെന്ന് ചിലപ്പോൾ തോന്നുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി എൻ്റെ കടബാധ്യതയൊക്കെ മാറ്റി സമാധാനത്തിലാവാൻ ഞാൻ എന്തു ചെയ്യണം? ഇത് പല ക്രിസ്തീയ കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. മാതാക്കന്മാർ വേണ്ട വിധത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾക്ക് കൊടുക്കാനുള്ളത് വ്യക്തമായ രേഖയോടുകൂടി തയ്യാറാക്കുന്നില്ല എങ്കിൽ പിന്നീട് ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസവും ഭിന്നതകളും ഉണ്ടാകും എന്നതിന് സംശയമില്ല. അപ്പോൾ അച്ഛൻ പറയുന്നത് മരിക്കുന്നതിന് മുൻപ് ഭാഗം എഴുതി വെക്കേണ്ടത് മാതാപിതാക്കളുടെ ഒരു കടമയാണെന്നാണോ? കടമയാണ്. ഇപ്പോൾ മൂത്ത സഹോദരൻ അവന് ഒരു ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. ഇത് എങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും എന്ന കാര്യം. എനിക്ക് ആ സഹോദരന് കൊടുക്കാനുള്ള ഉത്തരം ഇതാണ്. ഇവനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തോ ഒരു ശാപം എൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുകയാണ്. അത് ഇളയപ്പനോട് നീതി കാണിക്കാത്തത് കൊണ്ട് വന്നിരിക്കുന്ന ഒരു ശാപമാണ്. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരുന്നത്. അതിനാണ് നമ്മൾ കുറ്റബോധം എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റബോധത്തിൽ ഒരു വ്യക്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും വളർച്ചയില്ല. കാരണം കുറ്റബോധം ഒരു ശിക്ഷയ്ക്കകത്ത് ഇങ്ങനെ ഒരാളെ സൂക്ഷിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. വേണ്ടത് പാപബോധമാണ്. കുറ്റബോധം ഒരു തരത്തിലൊരു ജയിലാണ്. അപ്പോൾ കുറ്റബോധത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വളരാൻ പറ്റുകയില്ല. അപ്പോൾ ഇവന് ഇങ്ങനെ കുറ്റബോധത്തിൽ കഴിയുന്നത് കൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വരാനോ ദൈവം അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന മാർഗങ്ങളെ സ്വീകരിക്കുവാനോ ഈ സഹോദരന് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഈ സഹോദരൻ കുറ്റബോധം ഉപേക്ഷിച്ച് പാപബോധത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ എങ്ങനെയാണ് പാപബോധത്തിലേക്ക് കടന്നു വരേണ്ടത്? ഇവിടെ എന്താണ് തിന്മയായിട്ടുള്ളത്? അതാണ് ഈ സഹോദരൻ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ച,
സമ്പത്തിൻ്റെ പേരിൽ സാഹോദര്യ ബന്ധത്തെ തകർത്ത സംഭവമാണിത്. സാഹോദര്യ ബന്ധമാണ് ഏറ്റവും വിലയേറിയത്. അത് സമ്പത്തിൻ്റെ പേര് തകർക്കാനുള്ള ഒന്നല്ല. സമ്പത്തിനേക്കാൾ കൂടുതൽ അനുഗ്രഹവും ആശീർവാദവും കൊണ്ടുവരുന്ന ഒന്നാണ് സാഹോദര്യ ബന്ധം. സാഹോദര്യ ബന്ധത്തിൻ്റെ പിന്നിൽ മരണത്തിന് പോലും നശിപ്പിക്കാനാവാത്ത അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ മൂത്ത സഹോദരൻ അന്ന് ഇളയപ്പനുമായുള്ള ബന്ധം സമ്പത്തിൻ്റെ പേരിൽ തകർത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ചിട്ട് എനിക്ക് സമ്പത്തല്ല വലുത്, എനിക്ക് പ്രധാനപ്പെട്ടത് ബന്ധമാണ്, ഇത്രയും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഈ സാഹോദര്യ ബന്ധത്തിലേക്ക് നോക്കുമ്പോൾ 4 സഹോദരന്മാർ ഈ സ്വത്ത് വിഭജന കാര്യത്തിൽ സഹകരിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ കുടുംബത്തിലുണ്ടായിരിക്കുന്നത്. 2 പേര് യോജിക്കുമ്പോൾ 2 പേര് യോജിക്കുകയില്ല, 4 പേര് യോജിക്കുമ്പോൾ ഒരാൾ യോജിക്കുകയില്ല. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പൻ്റെ കുടുംബത്തിൽ നിലനിരുന്ന ആ തിന്മ ഇപ്പോഴും ഇവരുടെ കുടുംബത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അതായത് ഈ സഹോദരന്മാരെല്ലാവരും സാഹോദര്യ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഒരു ഇഞ്ച് ഭൂമിക്കാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ഒരു തരത്തിൽ അപ്പൻ ചെയ്ത അതേ തെറ്റ് തന്നെ വരാനുള്ള ഒരു സാധ്യതയിലാണ് ഈ കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അപ്പൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ആ തെറ്റിലൂടെ ഒരു തെറ്റായ മൂല്യം അവരുടെ കുടുംബത്തിൽ കയറി വന്നു. അതായത് സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് വലിയ സാഹോദര്യ ബന്ധത്തിനൊന്നും പ്രസക്തിയില്ല. സമ്പത്തിനാണ് പ്രാധാന്യം, സാഹോദര്യ ബന്ധത്തിനല്ല. അപ്പം സമ്പത്തിൻ്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ഒരു കുടുംബപരമായ ഒരു പാരമ്പര്യം തന്നെ വാസ്തവത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ സഹോദരന്മാരുടെയൊക്കെ മനസ്സിൽ പണത്തിനാണ് പ്രാധാന്യം, ഭൂമിക്കാണ് പ്രാധാന്യം. അതൊരിക്കലും അടിയറ വയ്ക്കേണ്ട കാര്യമില്ല, വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. 1 ഇഞ്ച് ഭൂമി പോലും ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ മൂത്ത സഹോദരൻ പിന്നെ അപ്പൻ്റെ കുടുംബത്തിൽ അപ്പനും അപ്പൻ്റെ സഹോദരനും തമ്മിൽ സമ്പത്തിനേക്കാൾ പ്രാധാന്യം സാഹോദര്യ ബന്ധമാണ് എന്ന സന്ദേശം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കാതെ സമ്പത്തിനാണ് പ്രാധാന്യം എന്ന സന്ദേശം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സഹോദരന്മാരെല്ലാവരും തന്നെ ഈ മുദ്രാവാക്യം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മൂത്ത സഹോദരൻ എന്ന നിലയിൽ ഈ 4 സഹോദരന്മാരെയും വിളിച്ചു കൂട്ടി അവരോടൊരു കാര്യം പറയണം. എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി, അപ്പന് അതറിയാൻ പാടില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ സാഹോദര്യ ബന്ധത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സമ്പത്തിനല്ല പ്രാധാന്യം, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഈ ബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് ഇച്ചിരി ഭൂമി കുറഞ്ഞു പോയാലും ഞാൻ എൻ്റെ അകത്ത് പരിഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വസ്തു വിഭജിച്ചിട്ട് ആർക്കാണോ കുറഞ്ഞു പോയി എന്ന പരാതി ഉള്ളത് അവർക്ക് എനിക്ക് തന്നിരിക്കുന്ന വീതത്തിൽ നിന്ന് ഞാൻ അല്പം നൽകി അവരെ ഞാൻ തൃപ്തിപ്പെടുത്തും. അങ്ങനെ ഈ വഴക്ക് ഞാൻ നീട്ടിക്കൊണ്ടു പോകാതെ ഞാനത് ഏറ്റവും വേഗത്തിൽ ഞാനത് യോജിപ്പിച്ചെടുക്കും. ഞാൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറാകുമ്പോൾ, ഈ മൂത്ത സഹോദരൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ തയ്യാറാകുമ്പോൾ മറ്റു സഹോദരന്മാരുടെ മനസ്സിലേക്ക് ആ കുടുംബത്തിൽ കൈമോശം വന്നു പോയ ഈ വലിയൊരു മൂല്യം, ഈശോയുടെ ഈ മൂല്യം കടന്നു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ മൂത്ത സഹോദരൻ നഷ്ടമൊന്നും വരുന്നില്ല. നമുക്കറിയാം പഴയ നിയമത്തിൽ അബ്രാഹവും ലോത്തും തമ്മിലുണ്ടായ ബന്ധത്തിൻ്റെ പ്രത്യേകത. അബ്രാഹം സ്വത്തിനേക്കാൾ കൂടുതലായി സാഹോദര്യ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തു. പണമല്ല വലുത്, സ്നേഹമാണ് വലുത്. അതുകൊണ്ട് അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നീ ആദ്യം തന്നെ ഏത് ഭാഗമാണ് എടുക്കാൻ പോകുന്നത് നീ തന്നെ തീരുമാനിച്ചു കൊള്ളുക. ലോത്ത് സോദോം ഗൊമോറ ഏറ്റവും ഫലഭൂയിഷ്ഠമായ സ്ഥലം തിരഞ്ഞെടുത്തു.
അബ്രാഹത്തിന് കിട്ടിയത് തരിശുഭൂമിയായിരുന്നു. അതായത് എനിക്ക് എന്തെല്ലാം സാമ്പത്തിക മേഖലയിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഒരിക്കലും എൻ്റെ ബന്ധം സാഹോദര്യ ബന്ധം ഞാൻ തകർക്കുകയില്ല. അതിനുവേണ്ടി എത്ര സമ്പത്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ പോലും ഞാൻ സാഹോദര്യ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. കാരണം ദൈവം സ്നേഹമാണല്ലോ. എവിടെ സ്നേഹമുണ്ടോ അവിടെയാണ് ദൈവം ഇരിക്കുക. എവിടെ ദൈവം ഇരിപ്പുണ്ടോ അവിടെയാണ് സമൃദ്ധിയും ഐശ്വര്യവും ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സഹോദരൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു കൂട്ടി അവരെ ഉപദേശിക്കുകയല്ല. ഈ സഹോദരൻ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വന്നുപോയി, സാഹോദര്യ ബന്ധത്തിലാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കാതെ ഞാൻ അപ്പനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒന്ന് തിരികേറ്റിക്കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കണം എന്ന ഒരു നിലപാടിൽ ഉറപ്പിച്ചുകൊണ്ട് ഇളയപ്പൻ്റെ ഇനി കിട്ടേണ്ടതായ അവകാശത്തെ ഒരല്പം ഒരു നഷ്ടം ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു പശ്ചാത്താപം തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അനുദപിക്കുന്നു. നമ്മൾ തമ്മിൽ അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് സ്നേഹബന്ധമാണ് വലുത്. ഇത് അതിനുവേണ്ടി ഞാൻ ഒരു ത്യാഗം ചെയ്യാൻ തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ സഹോദരന്മാരെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും അവിടെയുള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെയുള്ളതുകൊണ്ട് ഇതൊന്നും ഒരു വളരെ മനോഹരമായ രീതിയിൽ ഇവർ തമ്മിലുള്ള സ്വത്ത് വിഭജനം വളരെ മനോഹരമായി നടക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമുക്കറിയാം ഒരു തിന്മയുടെ ബന്ധനം, അതായത് പിന്നെ സമ്പത്തിനാണ് പ്രാധാന്യം എന്ന് പഠിപ്പിക്കുന്ന ഒരു കുടുംബമായി ഈ കുടുംബം മാറിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അത് ശക്തമായ ഒരു 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 സ്വാധീനമാണത്, സ്വാധീന ശക്തിയാണത്. അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഈ സഹോദരൻ ഒന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചൊരുങ്ങണം. അവർക്ക് കർത്താവെ എൻ്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും ഇതാ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് കാണുവാനുള്ളൊരു കാഴ്ചപ്പാട് കൊടുക്കണമേ എന്ന് പറഞ്ഞ് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ 4 സഹോദരന്മാരെയും കൂടെ ഒരുമിച്ച് കൂട്ടിയ ശേഷം ബൈബിളിൽ നിന്ന് ചില വചനങ്ങളൊന്ന് വായിക്കുകയും നമുക്കറിയാം എബ്രായ ലേഖനം 13:15 ഒരു വാക്യമുണ്ട്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ എന്ന്. യൂദാസിനെ പോലെ നശിപ്പിച്ചത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ ദ്രവ്യാഗ്രഹം അത് ഒരു ശാപമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ആ ഉള്ളിലുള്ള ആ ദ്രവ്യാഗ്രഹത്തെ അടിയറ വെച്ച് അത് ഉപേക്ഷിച്ച് സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി കുടുംബത്തിൽ 4 സഹോദരന്മാരും കൂടി ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സംഭവത്തിൽ അച്ഛാ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പനിലൂടെ ചെയ്തൊരു തെറ്റ് ഇവരാവർത്തിക്കുകയാണ്. ഇതിങ്ങനെ ഈ കലഹം തന്നെ നിലനിന്നുകൊണ്ട് ഈ സഹോദരന്മാർ തമ്മിൽ വഴക്കടിക്കുകയാണെങ്കിൽ ഇവരുടെ മക്കള് ഇത് തന്നെ കണ്ടുപിടിക്കില്ലെന്ന്. അതെ, കാരണം അപ്പോൾ ഒരു തലമുറകളിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന ഒരു തിന്മയായി ഇത് മാറില്ല എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നു അതൊരു സന്ദേശം പോലെ, ഒരു മെസ്സേജ് പോലെ മക്കളുടെ മനസ്സിൽ പതിയും. അത് കുടുംബത്തിൻ്റെ മൂല്യമായിട്ട് മാറുന്നു. തീർച്ചയായിട്ടും. ഇപ്പം വീട്ടിൽ തന്നെ മക്കളോട് എപ്പോഴും പറയുകയാണ്, 10 പൈസ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത നിന്നെ എന്തിനു കൊള്ളാം എന്ന് അപ്പൻ ചോദിക്കുകയാണ് മക്കളോട്, ഒരു മകനോട്. അപ്പോൾ അവനെന്താ തോന്നുന്നത്? പണമാണ് പ്രധാനപ്പെട്ടത്. 10 പൈസ ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിലൊരു വിലയുമില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ വിലയുണ്ടാകണമെങ്കിൽ പൈസ ഉണ്ടാകണം. അപ്പോൾ പൈസയ്ക്ക് ഇങ്ങനെ അപ്പം ഒരു ഒന്നാം സ്ഥാനം അറിയാതെ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കിയാലേ വിലയുണ്ടാകുള്ളൂ, ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചില മെസ്സേജ്, ആ മെസ്സേജ് ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന് ചാടും. അത് പിന്നീട് പുനഃപരിശോധിക്കുവാനായിട്ട് ദൈവം ചില അവസരങ്ങൾ നമുക്ക് തരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് നമുക്കൊരു വെളിച്ചം കിട്ടും.
ഇവിടെ ദൈവം അങ്ങനെ ഒരു വെളിച്ചം കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഈ പ്രതിസന്ധി വരുന്നത്. അത് ഈ മകൻ സ്വീകരിക്കാതെ അത് വെറും ഒരു സ്വകാര്യ ദുഃഖത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് വെറുതെ ഒരു ആത്മപീഡനം അനുഭവിക്കാനായിട്ടാണ് ആ മകന് ശ്രമിക്കുന്നത്. ഇനി ഞാനങ്ങനെ അന്ന് ചെയ്തതുകൊണ്ട് ഇതെൻ്റെ തെറ്റായിപ്പോയി, ഞാനങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് എനിക്കിപ്പം ഈ സ്വത്ത് അനുഭവിക്കാൻ സാധിക്കാതെ വന്നല്ലോ, ദൈവം എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെയുള്ള ചിന്തയ്ക്കകത്ത് ഇവൻ ആ ഒരു ഗുഹയ്ക്കകത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സഹോദരന് ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഈ സഹോദരൻ്റെ തലമുറകളിൽ വരേണ്ട ഒരു പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച ഒരു അവസരമാണ്. തീർച്ചയായിട്ടും. കാരണം ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ ദൈവം സാഹചര്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും, തിരുത്താനായിട്ട്. അപ്പോൾ അങ്ങനെ തിരുത്താനായിട്ട് ദൈവം സംസാരിക്കുമ്പോൾ അത് കുറ്റബോധമാക്കി മാറ്റി നിന്നിലേക്ക് തന്നെ നോക്കിയിരുന്ന് ദുഃഖിച്ചുകൊണ്ടിരുന്നു, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് അവിടുന്ന് മുന്നോട്ട് പോകണം. ആ കുറ്റബോധത്തിനകത്ത് ചുരുങ്ങിയിരിക്കാൻ പാടില്ല, പശ്ചാത്താപത്തിലേക്ക് കടന്നു വരണം. നമുക്കറിയാം 2 കൊരിന്ത്യർ 7:10 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തടസ്സം, ആ തടസ്സത്തിലൂടെ ദൈവം തൻ്റെ മഹത്തായ ഒരു ദൈവിക സന്ദേശം, സാഹോദര്യ സ്നേഹം എന്ന സന്ദേശം ഈ കുടുംബത്തിന് കൊടുക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇങ്ങനെ സഹോദരന്മാർ തമ്മിൽ സ്വത്തിൻ്റെ പേരിലുമൊക്കെ ഇങ്ങനെ ഭിന്നത നിലനിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, മരിച്ചുപോയ മാതാപിതാക്കന്മാരുണ്ട്, അവരോട് പ്രാർത്ഥിക്കണം. അവരാണല്ലോ ഈ മക്കളുടെ മുഴുവനും പരസ്പരം യോജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണി. അതുകൊണ്ട് അപ്പനോടും അമ്മയോടും, മരിച്ചുപോയ അപ്പനോടും അമ്മയോടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ മക്കൾ തമ്മിൽ ഐക്യപ്പെടാനായിട്ട് ഇടയാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ സഹോദരൻ അപ്പനോട് അപ്പനും ഇളയപ്പനും തമ്മിലുണ്ടായിട്ടുള്ള ആ വിടവ് നികത്താൻ വേണ്ടി അനുഗ്രഹം ചൊരിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചനോട് ഞങ്ങൾ സഹോദരന്മാർ തമ്മിൽ ഭിന്നിച്ച് കഴിയുകയാണ്, അതുകൊണ്ട് അത് എത്രയോ വേദനാജനകമാണ് അപ്പനും അമ്മയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഭിന്നത മാറ്റുവാൻ വേണ്ടി ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞ് മരിച്ചുപോയ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും ചേട്ടനും അനുജനും തമ്മിൽ വഴക്കുണ്ടായാൽ അവരുടെ മാതാപിതാക്കന്മാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പനോട് പറഞ്ഞാൽ മതി. അപ്പൻ അത് അവരുടെ ഉള്ളിൽ അവർ മധ്യസ്ഥം വഹിച്ച് ഇവരുടെ ഉള്ളിലൊരു പ്രേരണ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സഹോദരന്മാർ തമ്മിൽ പിണക്കമാണ് എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും മരിച്ചുപോയി, എന്നാൽ വളരെ എളുപ്പമായി. കാരണം അവർ ഈശോ എടുക്കലുണ്ട്, അതുകൊണ്ട് വിവരം അവിടെ അറിയിച്ചാൽ മതി, ഞങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ പറഞ്ഞാൽ അവരുടെ മധ്യസ്ഥത വഴി പെട്ടെന്ന് അത്ഭുതം നടക്കും. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥത്തിനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് അച്ഛനുണ്ട്. വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥം വഴിയല്ലേ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ആ അത്ഭുതം അവരുടെ കുടുംബത്തിൽ നടക്കും. അപ്പനും അമ്മയോടും പറഞ്ഞാൽ മതി, ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ്, അതുകൊണ്ട് എന്തായാലും ഇത് തീർത്തു തരണമെന്ന് അപ്പനും അമ്മയോടും പറഞ്ഞാൽ അപ്പം തന്നെ റിസൾട്ട് ഉണ്ടാകും. ഇതൊരു അത്ഭുതകരമായ കാര്യമാണത്. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ കുടുംബങ്ങളിലെ ഒരു വലിയ പ്രശ്നമാണ് സ്വത്ത് വിഭജനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പനക്കലച്ചൻ ഈ കത്തിനെ വിശകലനം ചെയ്യാൻ ആരംഭിക്കുന്നത്. പനക്കലച്ചൻ ഇതിനെ കുറ്റബോധത്തിൽ നിന്ന് പാപബോധത്തിലേക്ക് മാറേണ്ട ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറയാതെ പണത്തിന് ബന്ധത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത ആ പാപം, അതിൽ പശ്ചാത്തപിക്കുമ്പോഴാണ് അത് രക്ഷാകരമാവുക, പുതിയ ഒരു വളർച്ചയിലേക്ക് ദൈവത്തിൻ്റെ അരൂപി നമ്മെ നയിക്കുക എന്നതാണ്
അച്ഛൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട സന്ദേശം. സ്വത്തിനേക്കാൾ പ്രാധാന്യം ബന്ധത്തിനാണെന്ന് തിരിച്ചറിയാനാണ് അച്ഛൻ നമ്മെ ഉപദേശിക്കുന്നത്. അബ്രഹാമും ലോത്തും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉദാഹരണമാണ് അച്ഛൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത്. അച്ഛ, നമുക്ക് ഇത്തരത്തിലുള്ള സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സമ്പത്തിൻ്റെ പേരിൽ ഭിന്നിച്ചു കഴിയുന്ന അനേകായിരം കുടുംബങ്ങളെ ഞങ്ങളിതാ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ദിവ്യ ഈശോയെ, സ്നേഹധന്യായ ഈശോയെ, അങ്ങയുടെ സ്നേഹം ചൊരിഞ്ഞ് ഈ ഭിന്നതയിൽ കഴിയുന്നവരെല്ലാവരെയും അവിടുന്ന് യോജിപ്പിക്കണമേ, ഐക്യപ്പെടുത്തണമേ. സ്നേഹത്തിന് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അങ്ങ് പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി ജീവൻ പരിഗണിച്ച് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്ന ദിവ്യനാഥ, സമ്പത്തിനേക്കാൾ പ്രാധാന്യം സ്നേഹത്തിന് നൽകുവാനും സമ്പത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു സാഹോദര്യ ബന്ധവും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുവാനും കർത്താവേ, ഈ കത്തെഴുതിയ സഹോദരനെയും സമാന വേദനയിൽ കഴിയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. മരണം വഴി വേർപിരിഞ്ഞ് ഈശോയുടെ സന്നിധിയിലിരിക്കുന്ന ഞങ്ങളുടെ പൂർവികരെല്ലാം അവരുടെ അനന്തര തലമുറകൾ ഭിന്നതയിലും വെറുപ്പിലും കഴിയുന്ന അവസ്ഥാവിശേഷം മാറ്റുന്നതിന് വേണ്ടി അവരുടെ പ്രാർത്ഥനയും അവരുടെ മധ്യസ്ഥതയും ധാരാളമായി ഈശോയിലേക്ക് ഉയർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അടുത്ത പരിപാടി വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.